ഇറാൻ്റെ ദേശീയതയെ വെല്ലുവിളിക്കുന്ന ഏതൊരു രാജ്യത്തിനും മാരകമായ തിരിച്ചടിയുണ്ടാകുമെന്ന് വിദേശ നയതന്ത്ര തലവൻ കമാൽ കരാസി പ്രസ്താവിച്ചു. യൂറോപ്യൻ രാജ്യത്തിലെ ഒരു മാധ്യമ മീഡിയയ്ക്ക് നൽകിയിരിക്കുന്ന അഭിമുഖവുമായി ബന്ധപ്പെട്ടാണ് വിദേശ നയതന്ത്ര തലവൻ കമാൽ കരാസി രാജ്യത്തിൻ്റെ നിലപാട് പറഞ്ഞത്. വ്യത്യസ്ത കാലങ്ങളിലും സമയങ്ങളിലും ഇസ്രായേലും അമേരിക്കയും പല രൂപത്തിൽ തങ്ങളെ ആക്രമിക്കാനും സൈനിക ബലം ഇല്ലാതാക്കാനും ഭരണ സംവിധാനത്തെ അട്ടിമറിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. അവർക്ക് നിരാശയാണ് ഫലം എന്ന് ലോകത്തിന് മുൻപിൽ തെളിയിച്ചു കൊടുക്കാൻ തങ്ങൾക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ലെബനാനെ പോലെയോ മറ്റേതെങ്കിലും ചെറിയ രാജ്യങ്ങളെപ്പോലെ ആക്രമിച്ച് കീഴടക്കി ഭരണ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വലിയ സ്വാധീനം ഈ മേഖലയിൽ ഉണ്ടാക്കാനും ഇവിടുത്തെ പ്രതിപക്ഷ വിഭാഗത്തെ ഭരണത്തിലേറ്റാനും ഒരു ശ്രമം ഇസ്രായേൽ നടത്തിയിരുന്നു. അതുകൊണ്ട് അവർക്കത് വലിയ രീതിയിലുള്ള മുന്നേറ്റമുണ്ടാകും എന്ന് അവർ കണക്ക് കൂട്ടുകയും അവരുടെ ഇൻ്റലിജൻസ് ആ രീതിയിലുള്ള മണ്ടത്തരം അവരോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി ചേർന്നുകൊണ്ട് തങ്ങളെ ആക്രമിച്ചു എന്നുള്ളതും തങ്ങളുടെ മാരകമായിരിക്കുന്ന തിരിച്ചടിയിൽ അവരിപ്പോഴും പെടഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന തരത്തിലുമാണ് കമാൽ കരാസി ഈ വിഷയത്തെ സംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചത്. ഇന്നത്തെ നിലവിൽ ഇസ്രായേലിനെയും അമേരിക്കയും നിങ്ങൾ എങ്ങനെ കാണുന്നു, ഏതാണ് അതിൻ്റെ സമീപന രീതികൾ, ഇനി മുന്നോട്ട് എങ്ങനെയായിരിക്കും എന്ന ചോദ്യത്തിന് മറുപടി പറയുകയാണ് ചെയ്തത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നയതന്ത്ര നിലപാടിലോ സമീപനത്തിലോ മുന്നോട്ട് നീങ്ങുന്നതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ആശയത്തിലോ തങ്ങൾക്ക് തർക്കങ്ങളൊന്നുമില്ല. തങ്ങളുടെ രാജ്യത്തെയും ആക്രമിക്കാൻ താല്പര്യമില്ലാത്ത രാജ്യവും അത്തരം പ്രവർത്തികൾ ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത രാജ്യവുമാണ്. തങ്ങളുടെ നേരെ വരുന്ന ഒരു രാജ്യത്തെയും തങ്ങൾ വെറുതെ വിടില്ല എന്നുള്ളത് പല ഘട്ടങ്ങൾ തെളിയിച്ചാണ്. ഇറാഖ് തങ്ങളുടെ രാജ്യത്തെ ആക്രമിച്ച സമയത്ത് 8 വർഷമാണ് അവരുമായിട്ട് യുദ്ധത്തിലേർപ്പെട്ടത്. കാര്യം ഞങ്ങളുണ്ടാക്കിയ യുദ്ധമല്ലായിരുന്നു, അത് ഇറാഖ് ഇങ്ങോട്ട് ആക്രമിച്ചതായിരുന്നു. അത് ഞങ്ങൾ തിരിച്ചടി നൽകി എന്ന് മാത്രം. ഇപ്പോൾ ഇസ്രായേലിൻ്റെ അവസ്ഥ നോക്കുന്ന സമയത്തും അത് തന്നെ സമാന രീതി തന്നെയാണ് ഉണ്ടായത്. തങ്ങൾ ഇസ്രായേലിനെ ആക്രമിച്ചിട്ടില്ല, ഇസ്രായേൽ തങ്ങൾ ആക്രമിക്കുകയായിരുന്നു. പിന്നീട് ഞങ്ങൾ പതറിപ്പോയി എന്നൊക്കെ മാധ്യമ സൃഷ്ടിയാണ്. ഞങ്ങളുടെ തിരിച്ചടിയിൽ ഇപ്പോഴും മനംനൊന്ത് കഴിയുന്ന രാജ്യത്തിൻ്റെ പേരാണ് ഇസ്രായേൽ. ഞങ്ങൾക്ക് കീഴടക്കാൻ മാത്രമേ അവരുള്ളൂ. അവർ അമേരിക്കയുടെ ഹൂങ്ക് വെച്ചിട്ടാണ് കളിക്കുന്നത്. ഇറാനോടുള്ള ആ കളി നിർത്തുന്നതാണ് അവർക്ക് ഉചിതം എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ്. അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: പല ഘട്ടങ്ങളിലും പല സാഹചര്യങ്ങളിലും പല അവസ്ഥകളിലും ഇറാനെ അമേരിക്ക തന്നെ ആക്രമിച്ചിട്ടുണ്ട് നേരിട്ട് തന്നെ. 1987-88 കാലത്ത് തങ്ങളുടെ എണ്ണ മേഖലയെ ഈ അമേരിക്ക ആക്രമിച്ചു. 2011 ഈ സൈബർ ആക്രമണം ഇറാന് നേരെ അമേരിക്ക നടത്തി. 2020 തങ്ങളുടെ രാജ്യത്തെ ഏറ്റവും വലിയ സൈനിക മേധാവിയെ ബാഗ്ദാദിൽ വെച്ച് അമേരിക്ക കൊലപ്പെടുത്തി, ഇസ്രായേലിൻ്റെ സപ്പോർട്ടോടുകൂടി. 2025 അതായത് ഈ വർഷം തങ്ങളുടെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് അമേരിക്ക ആക്രമണം നടത്തി. അപ്പോൾ പല കാലങ്ങളിലും പല സാഹചര്യങ്ങളിലും തങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയ രാജ്യത്തിൻ്റെ പേരാണ് അമേരിക്ക എന്ന് പറയുന്നത്. അവരുടെ നയങ്ങളും നിലപാടുകളും ഇറാൻ്റെ പ്രത്യയശാസ്ത്ര സംഹിതയ്ക്ക് വിരുദ്ധമാണ്. അവരുദ്ദേശിക്കുന്നത് അവർക്ക് കീഴടങ്ങണം എന്നുള്ളതാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ സയനിസത്തിൻ്റെ മുൻപിൽ കീഴടങ്ങിയൊരു ചരിത്രം പൗരാണിക കാലത്ത് ഇല്ലാത്ത പോലെ തന്നെ ഈ കാലത്തും ഉണ്ടാവുകയില്ല. സൈനിക ബലം ക്ഷയിപ്പിക്കുക, പ്രതിരോധ സംവിധാനം തകർക്കുക, സാമ്പത്തിക മേഖല ഇല്ലാതാക്കുക എന്നുള്ള സ്വപ്ന പദ്ധതിയുമായി പതിറ്റാണ്ടുകളായി അമേരിക്കയും ഇസ്രായേലും ഇറാൻ്റെ പിറകിലുണ്ട്. പക്ഷേ അവർക്കൊക്കെ നിരാശയാണ് ഫലം. സ്വയം പര്യാപ്തത നേടുകയും സ്വയം ആയുധങ്ങൾ വികസിപ്പിക്കുകയും അതിന് സംവിധാനങ്ങൾ പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ട വലിയ സംവിധാനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ട് ഈ മേഖലയിൽ തങ്ങളുടേതായ ശക്തി തെളിയിച്ചിരിക്കുന്നു. അതിൻ്റെ പരിണിത ഫലമാണ് ഇസ്രായേൽ ഇപ്പോൾ അനുഭവിക്കുന്നത്. ചരിത്രത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം സ്വാതന്ത്ര്യമായതിനു ശേഷം ഇത്രയും മാരകവും ഭീകരവുമായിരിക്കുന്ന ഒരു ആക്രമണം ഇറാൻ ഇസ്രായേലിൽ നടത്തിയ പോലെ മുൻപുണ്ടായിട്ടില്ല എന്ന് അവർ തന്നെ സ്ഥിരീകരിക്കപ്പെട്ടതാണ്. ഇതിൻ്റെ തുടർച്ച തന്നെ ഉണ്ടാകും. തങ്ങളുടെ രാജ്യത്തിന് വരുന്ന ഒരു അക്രമത്തെയും തങ്ങൾ പ്രതിരോധിക്കാതിരിക്കില്ല, തിരിച്ചടി നൽകാതിരിക്കില്ല.
തങ്ങളാണെങ്കിൽ ഒരു രാജ്യത്തെ ആക്രമിക്കാനായിട്ട് പോവുകയില്ല. പരമാധികാരം എല്ലാ രാജ്യത്തുമുണ്ട്, ഇറാനിലുമുണ്ട്. ആ ഇറാൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടി മറ്റൊരു രാജ്യം വരുന്ന സമയത്ത് സ്വാഭാവികപരമായി അവരെ പ്രതിരോധിക്കുക എന്നുള്ളത് രാജ്യത്തിൻ്റെ രാജ്യനീതിയാണ്. തങ്ങൾ നടപ്പിലാക്കും. സർവ്വ മേഖലയിലും അമേരിക്ക എല്ലാ കാലത്തും ആ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ചെങ്കടലുമായി ബന്ധപ്പെട്ട് വലിയ ആക്രമണം യമന് നേരെ നടത്തിയത് യഥാർത്ഥത്തിൽ ലക്ഷ്യം ഇറാനെയാണ് എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാവുന്നതാണ്. ആകാശയുദ്ധം ഞങ്ങൾക്ക് പുത്തരിയായിട്ട് നിൽക്കുന്നൊന്നുമല്ല. പല രീതിയിലും ഞങ്ങളത് പരിശോധിച്ചിട്ടുണ്ട്, പരീക്ഷിച്ചിട്ടുണ്ട്, ഞങ്ങൾ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായിട്ടാണ് യഥാർത്ഥത്തിൽ കമൽ കരാസി ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. നിങ്ങൾ എങ്ങനെ അവരുമായിട്ടുള്ള നയതന്ത്ര ബന്ധം അതല്ലാത്ത സൗഹൃദ ബന്ധമൊക്കെ മുന്നോട്ട് പോകും എന്ന ചോദ്യത്തിലാണ് മറുപടി പറയുന്നത്. നയതന്ത്ര ബന്ധം അവരുമായിട്ട് തുടരാൻ തങ്ങൾക്ക് താല്പര്യമില്ല. അത് സൗഹൃദ ബന്ധമുള്ള രാജ്യവുമായിട്ടാണ് നയതന്ത്ര ബന്ധം ആവശ്യമുള്ളത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ സയനിസ്റ്റ് ഫാസ്റ്റുകളാണ്. അവരില്ലാതാക്കുകയാണ് മറ്റു വിഭാഗം ചെയ്യുന്നത്. ഗസയിൽ നടക്കുന്ന കൂട്ടക്കുരുതി ഇസ്രായേൽ സൃഷ്ടിക്കുകയാണ്. അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ അവർക്ക് മരണം അവർ ലാഘവത്തോടു കൂടിയാണ് എടുക്കുന്നത്. മാത്രമല്ല 5ഉം 10ഉം പലസ്തീനുകൾ വെടിവെച്ച് കൊന്നവർ അഭിമാനത്തോടു കൂടി സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്ന കാര്യം ഞങ്ങൾ ഇത്ര പേരെ കൊല്ലാൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് ഒരു അഭിമാനമായിട്ടാണ് അവർ കാണുന്നത്. ഈ രീതിയിൽ അതപ്പതിച്ചിരിക്കുന്ന ഒരു വിഭാഗവുമായിട്ട് ഒരു തരത്തിലും സന്ധി ചേരാൻ വേണ്ടി സാധിക്കുകയില്ല. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ രാജ്യത്തിന് നേരെയോ സംവിധാനത്തിന് നേരെയോ തങ്ങളുടെ പ്രതിരോധവുമായി ബന്ധപ്പെട്ട മേഖലയ്ക്ക് നേരെയോ ഏതെങ്കിലും തരത്തിൽ ആക്രമണം നടത്തിയാൽ ഉറപ്പായിട്ടും തിരിച്ചടി ഭയാനകരമായിരിക്കും എന്നുള്ളതും അമേരിക്കക്കായിട്ട് മുന്നറിയിപ്പ് നൽകുന്ന കാര്യം ഇങ്ങനെയാണ്. നിങ്ങളുടെ പരമാവധി എയർബേസുകളെല്ലാം പ്രവർത്തിക്കുന്നത് ഗൾഫ് മേഖലയിലാണ്, അറേബ്യൻ മേഖലയാണ് പ്രവർത്തിക്കുന്നത്. തങ്ങൾക്കതറിയാവുന്നതാണ്. ആ മേഖലയിലേക്ക് തങ്ങൾക്ക് ആക്രമണം നടത്തുക എന്നത് വളരെ എളുപ്പമാണ്. ഖത്തറിൽ മാത്രം ആക്രമിച്ച് ഞങ്ങൾ അവസാനിപ്പിച്ചു എന്ന് നിങ്ങൾ കരുതണ്ട. തൊട്ടടുത്ത പ്രദേശത്തിലേക്കും നീളമുള്ളതാണ് ഞങ്ങളുടെ മിസൈൽ എന്നുള്ളത് ഞങ്ങൾ ഇസ്രായേലിൽ ആക്രമണം നടത്തി തെളിയിച്ചാണ്. 2500-ലധികം കിലോമീറ്റർ പറന്നുകൊണ്ട് കൃത്യമായ രീതിയിൽ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണം നടത്താൻ വേണ്ടി ഇറാന് സാധിച്ചു എന്നുള്ളത് നിസ്സാരമായിരിക്കുന്ന കാര്യമൊന്നുമല്ല. അതിന് തുടർചലനങ്ങൾ തീർച്ചയായിട്ടും ഭാവിയിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നുകൂടി അദ്ദേഹം ഇതിനോടനുബന്ധിച്ച് എന്നെ കൂട്ടിച്ചേർക്കുകയാണ്. റഷ്യയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചായിരുന്നു അടുത്ത ചോദ്യം. റഷ്യയും ചൈനയും രണ്ട് രാജ്യത്തെക്കുറിച്ചുള്ള ബന്ധത്തെക്കുറിച്ച് ചോദിച്ച സമയത്ത് ഞങ്ങൾ സൗഹൃദ നയതന്ത്ര ബന്ധമുള്ള ഏറ്റവും സ്നേഹമുള്ള രാജ്യങ്ങളാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കലും വാങ്ങലുമായി ബന്ധപ്പെട്ട് പതിറ്റാണ്ടുകളുടെ ബന്ധമാണ് ഞങ്ങൾക്കിടയിലുള്ളത്. ഞങ്ങൾ അങ്ങോട്ട് സഹായിക്കാറുണ്ട്, അവരിങ്ങോട്ട് സഹായിക്കാറുണ്ട്. ഉക്രൈൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ സഹായം തങ്ങൾ റഷ്യക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്. സമാനമായി ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധത്തിൽ തങ്ങൾ സഹായം നൽകിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് അത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഉണ്ടാവാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവസാനിപ്പിച്ചു. ഏതായിരുന്നാലും ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഈ അമേരിക്കയുടെ വലിയ രീതിയിലുള്ള ഇടപെടലുകൾ, കടന്നാക്രമണങ്ങൾ, കൂട്ടക്കൊലകൾ ഇതെല്ലാം ഒരു പരിധിവരെ മാത്രമേ മുന്നോട്ട് പോകൂ. അതിനൊക്കെ കാര്യട്ട് കെട്ടാനുള്ള ഒരു സംവിധാന കാര്യങ്ങളൊക്കെ റഷ്യയും അമേരിക്കയും ഇറാനും ചേർന്നുകൊണ്ട് സംഘടിപ്പിക്കുന്നുണ്ട് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. അത് ഏതാണ് അതിൻ്റെ ഉദ്ദേശകാര്യം എന്നതിനെക്കുറിച്ചോ ഏത് രീതിയിലാണ് ഇത് ചെയ്യുക എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പല കുറി ചോദിച്ച സമയത്തും അവരതിന് ഒഴിഞ്ഞു മാറി എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇറാനെതിരെ ആണവായുധത്തിൻ്റെ പേര് പറഞ്ഞ് ആക്രമിക്കുക എന്നുള്ളതാണ് അമേരിക്ക ലക്ഷ്യമാക്കുന്നത്. അതൊരിക്കലും നടക്കാൻ പറ്റാത്ത കാര്യമാണ് എന്നുള്ളതും മുൻപ് ഇറാഖിന് സമാനമായിരിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും പിന്നീട് തെറ്റുപറ്റിപ്പോയി എന്ന് ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രിയായിരിക്കുന്ന ടോണി ബ്ലെയർ അന്ന് പറഞ്ഞതും വലിയ വിവാദമായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു രാജ്യത്തെ ശത്രുതാ മനോഭാവത്തോടു കൂടി കാണുകയാണെങ്കിൽ ഒന്നുകിൽ അവർ ആഭ്യന്തര പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കും, അതല്ലെങ്കിൽ വിമതപക്ഷത്തെ സൃഷ്ടിച്ചുകൊണ്ട് ആയുധം നൽകിക്കൊണ്ട് ഭരണം അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തും. അതിന് നടക്കുന്നില്ലെങ്കിൽ പിന്നീട് വലിയ ഭീകര സംവിധാന കാര്യങ്ങളൊക്കെ ആരോപിച്ചുകൊണ്ട് അത്തരം ഒറ്റപ്പെടുത്തുന്ന രീതി സംവിധാനങ്ങൾ വരും, അല്ലെങ്കിൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തും. ഏതെങ്കിലും ഒരു പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് ആ രാജ്യത്തിൻ്റെ സമ്പുഷ്ടീകരണങ്ങൾ അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ സമൃദ്ധി ഇല്ലാതാക്കുക എന്നുള്ളത് എല്ലാ കാലത്തും അമേരിക്ക ചെയ്യുന്ന പ്രവൃത്തിയാണ്. ഇറാനിൽ മാത്രം അത് നടപ്പായിട്ടില്ല, നടപ്പിലാക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. ഞങ്ങൾ പ്രതിരോധ ശക്തിയാണ് എന്നുകൂടി പറയുകയാണ്.